If you know, sleeping is one of the very important tasks that a human being requires to be very active. ഉറക്കം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മനുഷ്യന് ത്രൂ ഔട്ട് ദ ഡേ ആക്റ്റീവായിരിക്കും. ദാറ്റ് മീൻസ് ഒരു മനുഷ്യൻ ഉറങ്ങേണ്ടത് അത്യാവശ്യം 7 to 8 hours ആണെന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് കൃത്യമായിട്ട് അവരുടെ പകൽ സമയത്ത് അവർക്ക് ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് ഓരോ കാര്യങ്ങളിൽ ഇറങ്ങിപ്പെട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ it is a requirement that they should get a proper sleep, adequate sleep of 7 to 8 hours എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. സോ സ്ലീപ്പ് ഡിപ്രിവേഷൻ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. സോ ഇറ്റ്സ് വെരി വെരി നെസസറി. But however, it will become a challenge if you are oversleeping. How to maintain an active lifestyle so that your sleep is an inherent part. Sleep is an inherent part. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായിട്ട് മാറണം, അല്ലാതെ ഓവർ സ്ലീപ്പിനെസ് ആവാൻ പാടില്ല. സോ ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ this is CA Amit on the channel Comrade CA. If you're here for the first time and if you like this kind of content, please do hit a like button. Also, do not forget to subscribe the channel Comrade CA, because this video is going to be very very useful and absolutely free to all, and this will benefit me if you hit a subscribe button and also like and share with your friends and ask them to also subscribe to the channel so that you get relentlessly insightful videos on your CA journey. And if you watch the channel, if you see the channel, you will have a lot of videos that is beneficial and truly insightful videos for your CA journey, as well as not only your CA journey, as well as in your life, that will be helpful and beneficial to you. So do check it out. You will truly find it fruitful. So without wasting any time, let's get started with our video. എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത്? 6 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ലീപ്പിനെസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറിയെന്ന് പോകും. സോ ഫസ്റ്റ് തിങ് ഇസ് ഫിക്സ്ഡ് സ്ലീപ്പ് പാറ്റേൺ. ഫിക്സ്ഡ് സ്ലീപ്പ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായ ഒരു സമയത്ത് ഉറങ്ങുക, കൃത്യമായ ഒരു സമയത്ത് എണീക്കാൻ നോക്കുക. ഓക്കെ, സോ കൃത്യമായ സമയത്ത് എന്ന് പറയുമ്പം കൃത്യമായ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രി 11 മണിക്കോ അല്ലെങ്കിൽ നിങ്ങൾ നിശ്ചയിച്ചൊരു സമയത്ത് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ 7 to 8 hours ആഡിക്വേറ്റ് സ്ലീപ്പ് എടുത്തിട്ടാണ് നിങ്ങൾ വീണ്ടും ഉറങ്ങുന്നത്. ഈ 7 to 8 hours ഉറങ്ങണം എന്നുള്ളത് കമ്പൽസറി ആണോ, അല്ലെങ്കിൽ അതിൽ കുറച്ച് ഉറങ്ങിയാൽ മതിയോ, ഒക്കെ ചിന്തകൾ വരും. സ്റ്റുഡൻസ് ധാരാളം നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ്, നന്നായിട്ട് കുറേ വായിച്ച് കുറേ സമയം ചിലവഴിച്ച് പഠിച്ച സ്റ്റുഡൻസിന് അത് ഞങ്ങൾ പഠിച്ച കണ്ടൻറ്റൊക്കെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ആഡിക്വേറ്റ് സ്ലീപ്പ് ഈസ് വെരി വെരി റിക്വയർഡ്. ബിക്കോസ് നല്ല സ്ലീപ്പ് കിട്ടിക്കഴിഞ്ഞാലേ ഞങ്ങൾ വായിച്ച് ഈ ഫുൾ കണ്ടൻറ്റ് നന്നായിട്ട് മെമ്മറൈസായി അതിനെ ആഡിക്വേറ്റ് മെമ്മറൈസ് ചെയ്ത് വരാനും അതിനെ റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ലീപ്പ് cycle should be of 7 to 8 hours so that you get energized, you get much oxygen on your circulation onto your brain by maintaining the sleep. So ഈ സ്ലീപ്പ് പാറ്റേൺ ഒരു ഫിക്സ്ഡ് ആയിരിക്കണം. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഡിസ്റ്റർബ്ഡ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്റ്റർബിങ് യു, ഇഫ് യു മെയിൻറ്റെയിൻ എ ഫിക്സ്ഡ് പാറ്റേൺ, ഇറ്റ് വിൽ ബി വെരി വെരി ഹെൽപ്ഫുൾ. നെക്സ്റ്റ് ഉള്ളത് എക്സസൈസിങ് റെഗുലർലി ഇൻ ദ മോർണിംഗ്. മോർണിംഗ് എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ, എക്സസൈസ് പറഞ്ഞാൽ 1 മണിക്കൂർ വേണ്ട, മേ ബി 15 മിനിറ്റ്, 20 മിനിറ്റ്, അരമണിക്കൂർ. മോർണിംഗ് എക്സസൈസിൻ്റെ ഉദ്ദേശം ലൈക്ക് ടു build a good blood circulation. Your heart should pump, as well as because of blood circulation and heart pumping, you get a better rise in oxygen level, and that will keep you refreshed, and you will be able to have a very refreshing and active way of study, and you will not feel sleepy. The third thing should be avoiding caffeine. This should be very surprising to you. Caffeine, ശരിക്കും ഞങ്ങൾ ചായയും കാപ്പിയും കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉറക്കം പോയി പോകുമല്ലോ. ചില ആൾക്കാർക്ക് ഉറക്കം പോയി പോകും, ചില ആൾക്കാർക്ക് ഉറക്കം വരും, അറിയില്ല. പക്ഷേ മാക്സിമം ഓഫ് ദ പീപ്പിൾ ദേ ഡോണ്ട് ഫീൽ സ്ലീപ്പി ആഫ്റ്റർ ദേ
ഡ്രിങ്ക് ടീ ഓർ കോഫി. പക്ഷേങ്കിൽ അവോയ്ഡ് കെഫെയിൻ എന്ന് പറയുമ്പം ഈ ടീയും കോഫീനെയും തന്നെ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. വൈ? ബിക്കോസ് നമ്മളൊരു പന്ത് അല്ലെങ്കിൽ ഒരു ബോൾ കാറ്റത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചും അതേ വേഗത്തിൽ തന്നെ വരും. അതേപോലെ തന്നെയായിരിക്കും ഞങ്ങൾ ഈ കോഫിയും ചായയും കുടിച്ചു കഴിഞ്ഞാൽ എനർജി ലെവൽ എത്ര പെട്ടെന്ന് ഉയർന്നു പോകുന്നു അതേപോലെ അത് താഴോട്ടും വരും. സോ അതിന് ഒരു സ്റ്റിമുലൻ്റ് ആവാതെ ബിക്കോസ് ഒരു കോഫി കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ എനർജി ലെവൽ കൂടിക്കഴിഞ്ഞാൽ അതിന് കുറച്ച് നിമിഷത്തിൽ തന്നെ നിങ്ങൾ എനർജി ലെവൽ ഡ്രോപ്പ് ആവും. Again, you will require a coffee or any other stimulant so that you will avoid sleep. So instead of taking that, if you maintain a good sleep pattern, you exercise regularly, then you will not feel sleepy. The fourth one would be avoid fatty foods, avoid junk foods, because ഞങ്ങൾ ഒരു ആഡിക്വേറ്റ് സ്ട്രെച്ചിൽ ലോങ് അവേഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്നത് ഒരു സ്റ്റുഡൻസിന് അത്യാവശ്യം അവരുടെ ഡയറ്റിൽ വേണ്ടത് പ്രോട്ടീനാണ്. അത് മസിൽ ബിൽഡിംഗ് ആയാലും നന്നായിട്ട് പഠിക്കുന്നതാണെങ്കിലും പ്രോട്ടീൻ വേണം. വൈ? ബിക്കോസ് പ്രോട്ടീൻ ഉണ്ടെങ്കിൽ നല്ലൊരു എനർജി ലെവലിൽ അത് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങളെ വളരെ ആക്റ്റീവ് ആൻഡ് റീഫ്രഷിംഗ് ആക്കി വെക്കുള്ളൂ. അതർവൈസ് ഇഫ് യു ആർ ഇൻടേക്കിംഗ് ഫാറ്റി ഫുഡ്സ്, മേ ബി ഫാറ്റി ഫുഡ്സിൻ്റെ കൂടെ മേ ബി യു ആർ ടേക്കിംഗ് തൈരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, തൈര് കഴിക്കുന്നത് തെറ്റല്ല, പക്ഷെങ്കിൽ കൂടിപ്പോയാൽ യു വിൽ ഫീൽ സ്ലീപ്പി. ഓക്കെ, ദർ വിൽ ബി നോ എനർജി ലെവൽ, ദ എനർജി ലെവൽ വിൽ സൂൺ ഡ്രോപ്പ്. ഓക്കെ, ഓയിലി ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ യു വിൽ സൂൺ ഡ്രോപ്പ്. അതിനകത്ത് യു ഷുഡ് ഇൻടേക്ക് മോർ ഓഫ് ഫ്രൂട്ട്സ്, vegetables. Yes, non-veg food also you can include, but you should have a balanced diet where you have fruits and vegetables also, so that your energy levels are high and you will be not feeling sleepy. So that is the fourth point. ഇനി അഞ്ചാമത്തെ പോയിന്റ് is taking regular breaks. റെഗുലർ ബ്രേക്സ് എന്ന് പറയുമ്പോൾ എത്ര സമയമാണ് ബ്രേക്ക് എടുക്കുന്നത് ആവശ്യമാണ്, പക്ഷേ ബ്രേക്ക് ഓവർ ബോർഡ് ആയിരിക്കേണ്ടത്. ലൈക്ക് യു ക്യാൻ ടേക്ക് 5 minutes ബ്രേക്ക്. ഒരു സാധാരണ സ്റ്റുഡൻറ്റ്, ഒരു നോർമൽ ഹ്യൂമൻ ബീങ് വായിക്കുമ്പം ശ്രദ്ധിച്ച് വായിച്ചാൽ അയാൾ വായിക്കുന്നത് 25 മിനിറ്റ് എവിടെയും മനസ്സ് ഡിസ്ട്രാക്റ്റ് ആവാതെ അവർക്ക് വായിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഒരു നോർമൽ ആവറേജ് ഫോക്കസ് വിൽ ബി ഫോർ 25 minutes. 25 minutes നിങ്ങളൊരു കാര്യം ഫോക്കസ് ചെയ്തിട്ട്, ചില ആൾക്കാർക്ക് അതിലും വീക്കായിരിക്കും മേ ബി, ബട്ട് ഒരു നോർമൽ ഞങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ 25 minutes നിങ്ങൾക്ക് ശ്രദ്ധിച്ച് വായിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ടു ടേക്ക് എ ബ്രേക്ക്, അതർവൈസ് യുവർ മൈൻഡ് വിൽ വാണ്ടർ. സോ ബ്രേക്ക് എടുക്കുന്നത് 5 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റ് മതിയെങ്കിൽ 2 മിനിറ്റ് മതി, ബിക്കോസ് ടു മച്ച് ഓഫ് ദെയർ വിൽ ബി ദെയർ ഫോർ യു ടു സ്റ്റഡി. സോ 2 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ മനസ്സിനെ വേറെ എങ്ങോട്ടേക്കും ഷിഫ്റ്റ് ആക്കാതെ നോക്കുക. Okay, otherwise it will be very difficult to bring it back. So don't do that. Break is just a break about not to go burnout. ഒരു ബേൺഔട്ട് ആവരുത്. കണ്ടിന്യൂസ്ലി ഇരുന്നുകൊണ്ടിരിക്കും, there will be stress. So 25 minutes ശ്രദ്ധിച്ചു ഫോക്കസ് ചെയ്ത് ഗ്രാസ്പ് ചെയ്തു, അതിനുശേഷം ഒരു 2 minutes or 5 minutes break, then come back again. Okay, this kind of method is called Pomodoro technique. Maybe in detail I can do a video in a next video. So that's a different technique, Pomodoro technique, where you take regular break intervals when you study and you feel energized. Because long hours നിങ്ങൾ വായിക്കുമ്പം you should have a break. After every 2 hours there should be a 15 or 20 minutes break every 2 hours. Okay, so ഈ hours ഒക്കെ അളന്ന് പഠിക്കുമ്പോൾ നമുക്കറിയാം ഇത്രയും hours ഞാൻ ഇതാണ് പഠിക്കാൻ പോകുന്നത്, ഇത്രയും hours ഇതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ബ്രേക്കിൽ ആക്ച്വലി നമ്മൾ ബ്രേക്കിൽ എന്താ ചെയ്യുന്നത്, we are not avoiding the study, but we are taking a break and we are analyzing how much we have studied, what we have studied. These all will make you active. Okay, so that's the fifth point. Sixth point is avoid screen time. Avoiding screen time എപ്പോഴും കൂടുതൽ സ്ക്രീൻ ടൈം കൊടുത്തു കഴിഞ്ഞാൽ മീൻസ് നമ്മൾ ഇന്നിപ്പോൾ വായിക്കുന്നത് മൊബൈലിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഐപാഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ വായിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ടു ക്ലോസ് ടു യുവർ ഐസ്. സോ അങ്ങനെ ഒരു സ്ക്രീൻ ടൈം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താകും, നൈദർ വിൽ ഫീൽ സ്ലീപ്പി നോർ വി വിൽ ബി എബിൾ ടു ഫോക്കസ് ഓൾസോ. ഞങ്ങളുടെ കണ്ണൊക്കെ വളരെ ടയേർഡായിരിക്കും, അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനും വളരെയധികം ടയേർഡാണ് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കി പ്രോസസ്സ് ചെയ്യാൻ.
ബ്രെയിനിൻ്റെ പ്രോസസ്സിങ് വളരെ സ്ലോ ആയിരിക്കും. സോ അവോയ്ഡ് സ്ക്രീൻ ടൈം ആസ് ഫാർ ആസ് പോസിബിൾ, ബിക്കോസ് വി കനോട്ട് അവോയ്ഡ് ഇറ്റ്, ബട്ട് ആസ് ഫാർ ആസ് പോസിബിൾ ലെറ്റ്സ് avoid the screen time so that you will be active and you will be refreshing. അപ്പോൾ ഈ മേൽ പറഞ്ഞ 6 പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് പരിപാലിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം മാക്സിമം ചേഞ്ച് നിങ്ങളുടെ ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിൽ കാണപ്പെടും. സോ ഇറ്റ് വിൽ ബി വെരി വെരി യൂസ്ഫുൾ ടിപ്സ് ഫോർ യു ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് എ വെരി ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ആൻഡ് യു വിൽ ഗെറ്റ് റിഡ് ഓഫ് ദ സ്ലീപ്പിനെസ്. ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് എന്താണ്? വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു സ്റ്റുഡൻറ്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എനിത്തിങ് ലൈക്ക് ഇഫ് യു ഫീൽ സ്ലീപ്പിനെസ് ഓർ സംതിങ്, വാട്ട് വിൽ യു ഡു ഇമ്മീഡിയറ്റ്ലി? ഈ പോർഷൻ എല്ലാ സ്റ്റുഡൻസിനും വളരെയധികം ഡെസ്പറേറ്റ് ആയിരിക്കും കേൾക്കാൻ അല്ലെങ്കിൽ അറിയാൻ. സോ പ്ലീസ് വാച്ച് ദിസ്. ദർ ആർ ലൈക്ക് 7 മെത്തേഡ്സ്, ലൈക്ക് ജനറിക് സ്റ്റെപ്സ് ആണ് വാട്ട് യു വിൽ ഡു ഇമ്മീഡിയറ്റ്ലി. ഒന്നാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മെത്തേഡാണ് നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സ്ലീപ്പി യു ഫെൽ സ്ലീപ്പ്, ഒരു സ്നിപ്പ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഗോ ആൻഡ് വാഷ് യുവർ ഫേസ് വിത്ത് കോൾഡ് വാട്ടർ. വളരെയധികം ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് മെത്തേഡാണ്, എല്ലാവർക്കും അറിയുന്നതാണ്, അത് ഇപ്പോഴും വിജയിക്കുന്നതാണ്. സോ യു മസ്റ്റ് ഡു ദാറ്റ്. ദാറ്റ് ഈസ് നമ്പർ 1. രണ്ടാമത്തത് നടന്ന് വായിക്കുക. ഞാൻ അധികം കണ്ടിട്ടുണ്ട് സ്റ്റുഡൻസ് നടന്നുകൊണ്ട് വായിക്കുന്നത്. യൂഷ്വലി ഐ ഓൾസോ യൂസ് ടു ഡു ഇറ്റ്. നന്നായിട്ട് നമ്മൾ ആഡിക്വേറ്റ്ലി ഫുഡൊക്കെ കഴിച്ചാണ് നടന്ന് വായിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നടന്ന് വായിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷേങ്കിൽ ഞങ്ങൾ ഉറക്കത്തിൽ ഇങ്ങനെ ഉറങ്ങി ഡോസ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇമീഡിയറ്റ്ലി യു ഷുഡ് ഗെറ്റ് അപ്പ്, ടേക്ക് ദാറ്റ് ബുക്ക്. ഇഫ് ഇറ്റ്സ് തിയറി, ഇഫ് ഇറ്റ് ഇസ് പ്രാക്ടിക്കൽ ആണെങ്കിൽ കൂടിയും പ്രാക്ടിക്കൽ ചെയ്ത് വെച്ചത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ യു ആർ റീഡിങ് ഔട്ട് ലൗഡ്ലി വൈൽ വാക്കിംഗ്. രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോൾ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് റിഡ് ഓഫ് സ്ലീപ്പിനെസ്. വാക്ക് ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ വാക്ക് ചെയ്യുക, ബ്രിസ്ക് വാക്കിംഗ്, വേഗത്തിൽ വാക്ക് ചെയ്യുക, ഓരോ എൻഡ് ആൻഡ് ലുക്കിംഗ് അറ്റ് ദ ബുക്ക്, കീപ്പിംഗ് യുവർ ബുക്ക് ഡൗൺ, അഗെയിൻ വാക്കിംഗ്, ടേക്കിംഗ് യുവർ ബുക്ക്, ലുക്കിംഗ് അറ്റ് ഇറ്റ് ആൻഡ് വാക്ക്. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ യുവർ സ്ലീപ്പിനെസ് യു വിൽ ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. മൂന്നാമത്തെ പോയിന്റ് ഉള്ളത്, സ്ലീപ്പിനെസ് വരുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ ബ്രേക്ക് ആൻഡ് ദെൻ pick up your pencil or your pen and start writing it. Practical ആണെങ്കിൽ യെസ്, റൈറ്റിംഗ് will help you. If it is theory also, write the points, write down it. അപ്പം റൈറ്റിംഗ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡ് കുറച്ചുകൂടി റീഫ്രഷ് ആവും, ഒന്ന് ആക്ടിവേറ്റ് ആവും കുറച്ച് നേരം തന്നെ. അതേപോലെ തന്നെ ഞങ്ങൾ ഈ മനസ്സിൽ വായിച്ച് പോകുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ ഉറക്കം വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് റീഡിങ് ഇറ്റ് ലൗഡ്ലി, അല്ലേ? പണ്ട് ചെറുപ്പത്തിൽ ഞങ്ങൾ അമ്മമാരൊക്കെ പറയുമായിരുന്നല്ലോ, ഞാനിവിടെ അലക്കാനിരിക്കുകയാണ്, നീ ഒച്ചത്തിൽ വായിച്ചോ, നിൻ്റെ ശബ്ദം ഇവിടം വരെ കേൾക്കണം, കേട്ടില്ലേ നിർത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയായിരുന്നു. അപ്പം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു നല്ലൊരു മെത്തേഡായിരുന്നു ദാറ്റ്. ഈ അടിയല്ല, പക്ഷേങ്കിൽ ഉറക്ക വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉറക്കം കുറച്ച് മാറ്റിക്കും. രാവിലെ എണീറ്റ് ചിലപ്പം ശ്രദ്ധിച്ച് വായിക്കാൻ പറ്റുന്നില്ല, ഉറക്കത്തിലങ്ങ് വായിക്കുക, കുറച്ച് നേരം ഉറക്കത്തിൽ സംസാരിച്ചിട്ട് വായിക്കുക, എന്തൊക്കെ പഠിച്ചു, എങ്ങനെ വായിച്ചു, ഈ പോയിൻറ്റ്സൊക്കെ അങ്ങനെ പറയാം. അപ്പം യുവർ സ്ലീപ്പിനെസ് വിൽ ഗോ. അതായിരുന്നു അഞ്ചാമത്തെ പോയിന്റ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്യാനുള്ളത്, നമ്മൾ ഈ 16 hours or 12 hours കൂടുതൽ ഞങ്ങൾ പഠിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത്രയും ടൈം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ആഫ്റ്റർനൂൺ നാപ്പ്, ഒരു സ്മോൾ നാപ്പ് ഓഫ് 15 minutes എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. യുവർ സ്ലീപ്പിനെസ് ത്രൂ ഔട്ട് വെൻ യു സ്റ്റഡിങ് യു വിൽ നോട്ട് ഫീൽ സ്ലീപ്പി. പക്ഷേ ഇതൊരു ഹാബിറ്റ് ആയിട്ട് ഓവർബോർഡ് ആവരുത്. ബിക്കോസ് ഈ ആഫ്റ്റർനൂൺ നാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എക്സാം എഴുതേണ്ട സമയം അധികം വരുന്നത് ഈ ആഫ്റ്റർനൂണിലാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഒരു throughout the time, all your studying period, you should not do it. Whenever required, you must do. Where you are feeling too much sleepy, instead of fighting with the sleep, ഉറക്കം വന്ന് ഉറക്കത്തിനെ അങ്ങ് മല്ലിട്ട് കുറേ വെള്ളമൊക്കെ ഇട്ട് കണ്ണൊക്കെ കഴുകി നിന്നിട്ട് ഫൈറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ഒരു ആഫ്റ്റർനൂൺ നാപ്പ്, സ്മോൾ നാപ്പ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് റിഡ് ഓഫ് സ്ലീപ്പിനെസ്. പിന്നെ ഒരു പോയിന്റ് ഉള്ളത്, നല്ലൊരു പോസ്ചറിൽ ഇരുന്നിട്ട് വേണം വായിക്കാൻ. നല്ലൊരു പോസ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നിട്ട്, അപ്രൈറ്റ് പൊസിഷനിൽ ഇരുന്നിട്ട് വേണം വായിക്കാൻ. എല്ലാവരും പണ്ട് മുതലേ പറയുന്നൊരു കാര്യമാണ്, നിങ്ങളെ വേ ഓഫ് ഇരുന്നിട്ട് നിങ്ങൾക്ക് വായിക്കാം. പക്ഷേങ്കിൽ കിടന്ന് വായിക്കരുത്,
കിടന്ന് വായിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ സ്ലീപ്പിനെസ് വരും. അപ്പം കിടന്ന് വായിക്കരുത്. ആൻഡ് ഞങ്ങളൊരു സ്ഥലത്ത് വളരെയധികം ചാരി ഇരുന്ന് വായിക്കാൻ ഇരുന്ന് കഴിഞ്ഞാലും സ്ലീപ്പിനെസ് വരും. അപ്പോൾ അപ്രൈറ്റ് പൊസിഷനിൽ ഇരുന്നിട്ട് ടേബിളിലോ അല്ലെങ്കിൽ ഫ്ലോറിലോ എവിടെ വേണമെങ്കിലും ഇരുന്ന് വായിച്ചു കഴിഞ്ഞാലും അപ്രൈറ്റ് പൊസിഷനിൽ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ യുവർ സ്ലീപ്പിനെസ് യു ക്യാൻ അവോയ്ഡ്. ദെൻ ദ ലാസ്റ്റ് മെത്തേഡ് ഈസ് ഡു ഇൻസ്റ്റൻറ്റ് എക്സസൈസ്. പെട്ടെന്ന് എനിക്ക് നല്ലതായിട്ട് ഉറക്കം വരുന്ന പോലെ തോന്നി, പക്ഷേ ഇപ്പോൾ ഉറക്കം ശരിയാവില്ല. വളരെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആണ്. സ്റ്റിൽ ഐ എം ഫീലിംഗ് സ്ലീപ്പി. ഓക്കെ, എന്നുള്ള ചാലഞ്ചൊക്കെ ഫേസ് ചെയ്യുന്ന കത്തിൽ എന്താ ചെയ്യുക? ജസ്റ്റ് എണീക്കുക, ഒരു ഇൻസ്റ്റൻറ്റ് എക്സസൈസ്. ഇൻസ്റ്റൻറ്റ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പുഷപ്പ് എടുക്കുക, കുറച്ച് എത്തിടുക, ഓക്കെ, പിന്നെ കുറച്ച് ജമ്പിങ് ചെയ്യുക, കുറച്ച് പിന്നെ സ്ക്വാറ്റ്സ് ചെയ്യുക, ഓക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മളെ ഹാർട്ട് ബീറ്റ് കുറച്ചുകൂടി വേഗത്തിൽ ഓടും. ആൻഡ് യു വിൽ ഫീൽ ഓക്സിജനേറ്റഡ് ആൻഡ് യു വിൽ ഫീൽ റിഫ്രഷ്ഡ്. പെട്ടെന്ന് ഉറക്കം അങ്ങനെ അങ്ങ് മാറിപ്പോകും. ഒരു റീഫ്രഷിങ് ആയി കഴിഞ്ഞാൽ അഗെയിൻ യെസ് ഐ ആം റെഡി ടു ചാർജ് അഗെയിൻ. ചാർജ് ചെയ്തിട്ട് വീണ്ടും ഇരുന്നിട്ട് ശ്രദ്ധിച്ച് വായിക്കുക. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ ടിപ്സാണ് വേർ immediately if you're reading and if you're feeling sleepy, you must do these kind of things so that you get rid of the sleep very quickly. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഓവർ സ്ലീപ്പിനെസ്സിന് മറികടക്കാനുള്ള ടിപ്സ്. ഓക്കെ, on a very serious note, okay, ഇതൊക്കെ ജനറൽ ടിപ്സ് ആയിരുന്നു. very serious note, I want to say something that if you are actively serious and about your study, about your preparation, about your duration of your study, okay, and about your seriousness into the study, okay, the focus will automatically come. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ഇനിയും അപ്ലൈ ചെയ്യാനും പറ്റും. ആൻഡ് യു വിൽ നോട്ട് ഫീൽ സ്ലീപ്പി. സീരിയസ്ലി, യു വിൽ നോട്ട് ഫീൽ സ്ലീപ്പി ഇഫ് യു ആർ വെരി സീരിയസ് അബൌട്ട് വാട്ട് യു ആർ ഡൂയിങ്. ഓക്കെ, അങ്ങനെ പറഞ്ഞ് ഒരു ഗിൽട്ടൊന്നും കൊണ്ടുവരാനുള്ള ഒരു ശ്രമമല്ല ഞാൻ ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് സിംപ്ലി നമ്മൾ കൂടുതൽ സമയം ഇരുന്ന് വായിച്ച് മേ ബി 16 hours അല്ലെങ്കിൽ 15 hours ഒക്കെ ക്രോസ് ചെയ്യുമ്പം സ്ലീപ്പ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ഗോ സ്ലീപ്പി. ആൻഡ് അങ്ങനെ സ്ലീപ്പിനെസ് വരുമ്പം ഞങ്ങൾ ജസ്റ്റ് സീരിയസ് അല്ല അതുകൊണ്ട് സ്ലീപ്പി ആയി പോകുന്നതൊക്കെ ആൾക്കാർ ജസ്റ്റ് ഗിൽട്ട് ഇടുന്ന പോലത്തെ സംസാരമൊക്കെ ഉണ്ടാവും. ആൻഡ് യു വിൽ ഓൾസോ പുഷ് യുവർ സെൽഫ് ഡൂയിങ് ദാറ്റ്. ഡോണ്ട് ഡു ദാറ്റ്. ടേക്ക് എ പ്രോപ്പർ സ്ലീപ്പ് പാറ്റേൺ, മെയിൻറ്റെയിൻ ദാറ്റ്. ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെ 2 സെഗ്മെൻറ്റിൽ പറഞ്ഞ പോയിൻറ്റ്സ് നിങ്ങൾ adequately apply ചെയ്ത് കഴിഞ്ഞാൽ you will not feel sleepiness and you will be very serious and about your studies, and you will remain focused throughout your studies and as well as during your exam days as well. So hope you have liked this content. If you have liked it, just hit a like button. Also do subscribe to the channel without failure, because this video is free for you and is truly beneficial for you. So do subscribe the channel. Also share among with your friends and ask also them to subscribe the channel so that you can help me by motivating me to make such wonderful and insightful videos that will be helpful during your journey. So until then, this is Amit signing off. Stay healthy, stay motivated and stay connected. Thanks a lot for watching this video.